മന്ത്രിസഭാ രൂപീകരണത്തിന്റെ അന്തിമ ചർച്ചകൾ തുടരുകയാണ്. വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരെ ഇന്നറിയാനാവും. ഉഭയകക്ഷി ചർച്ചകളും UDF യോഗവും നടക്കും. അതേസമയം ചെന്നിത്തലയെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഫലം കാണുമെന്നാണ് സൂചന. ആഭ്യന്തരം വേണമെന്ന ആവശ്യം അംഗീകരിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, ആരായിരിക്കും സതീശൻ ടീമിലെ മന്ത്രിമാർ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ ആയിരിക്കും ലഭിക്കുക എന്ന് അറിയുമെന്ന് കരുതുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ലഭിക്കുമോ, നമ്മൾ ആഭ്യന്തരമന്ത്രി എന്ന് വിളിക്കുക ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയെ ആയിരിക്കുമോ എന്നറിയാനാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ. എബി, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിലൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് KC വേണുഗോപാലിൻ്റെ വീട്ടിലാണ്. അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വരുന്ന നേതാക്കൾ, ജയിച്ച MLA മാർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ശക്തമായൊരു രാഷ്ട്രീയ നീക്കം ഒരുപക്ഷേ KCയുടെ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ, ആ നിലയ്ക്കുള്ള പരിപാടികളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുമ്പാണ് KPC അധ്യക്ഷൻ ഇവിടുന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം പോയത് എന്നുള്ളതാണ്. KC ഇപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തുന്നു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ വാഹനം ഉൾപ്പെടെ ഇവിടേക്ക് പുറത്തേക്ക് ഇറക്കുകയാണ്. ആ നിലയ്ക്ക് KC ഇന്നിപ്പോൾ നടക്കുന്ന ആ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. മന്ത്രിമാരെ നിശ്ചയിക്കുന്ന ആ ചർച്ചയിൽ, സുപ്രധാനമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം രമേശ് ചെന്നിത്തലയും അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്യും. ആ നിലയ്ക്ക് ഉള്ള നടപടിക്രമങ്ങൾ, പരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടുവരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത്, അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ പരിഭവങ്ങളൊക്കെ തന്നെയും പരാതികളും എല്ലാം തന്നെ അത് തീർക്കും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ചെന്നിത്തല ഇത്തരത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് പറയുന്നത് താനല്ല, ഞാൻ അതിനുള്ള അഭിപ്രായം പൂർണ്ണമായും വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും ആ നിലയ്ക്ക് ഉള്ള പിന്തുണ, ഒപ്പം തന്നെ ആൻ്റണിയുടെ പ്രതികരണവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കേരളത്തിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ KC വേണുഗോപാലാണ്. K കരുണാകരൻ പോലും അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് പോലും ഇത്തരത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ ഇത്രയും വലിയൊരു പിന്തുണ ലഭിച്ചിരുന്നില്ല. എന്നിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡുടെ തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലപാടാണ് KC വേണുഗോപാൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ആ ഒരു തീരുമാനത്തിനൊപ്പം തന്നെ അദ്ദേഹം നിൽക്കുകയായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും മാതൃകയാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആൻ്റണിയും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ രണ്ട് ബൈറ്റുകൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ബൈറ്റുകൾ തന്നെയാണ്. ഒപ്പം തന്നെ അത് ഈ ഒരു KCക്ക് അല്ലെങ്കിൽ KCയോടൊപ്പമാണ് തങ്ങളെന്ന് പറഞ്ഞ് വയ്ക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രിസഭയിൽ ആരൊക്കെ വരണം, ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമ്പോൾ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനുള്ള സ്പേസ് അവർക്കുണ്ടാകും. ഇന്നത്തെ ചർച്ചയിൽ അവർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കും, അവരുടെ തീരുമാനങ്ങൾ അവർ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടെ എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമാകും. ചെന്നിത്തലയെ KC വേണുഗോപാൽ നേരിട്ട് കാണും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നതുമായ. എബി ഇപ്പോൾ ഉള്ളത് KC വേണുഗോപാലിൻ്റെ വീടിന് മുന്നിലാണല്ലോ ഉള്ളത്. അവിടെ ഇപ്പോൾ ആരുമായാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്? ജോസഫ് വാഴക്കൻ അവിടെ വന്നിരുന്നു എന്ന് എബി പറയുകയുണ്ട്. ജോസഫ് വാഴക്കൻ ഇപ്പോഴും അവിടെ ഉണ്ടോ? ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇവിടെ വന്നു പോയി നിൽക്കുകയാണ്. ജോസഫ് വാഴക്കൻ, ഒപ്പം തന്നെ സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, ആൻ്റണി, തോമസ് ഉണ്ണിയാടൻ, മാണി സി കാപ്പൻ എന്നിവർ അദ്ദേഹത്തെ കണ്ടു മടങ്ങിയിരുന്നു. രാവിലെ T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. VT ബൽറാം അല്പസമയം മുമ്പാണ് പോയത്. ആൻ്റണി, MK രാഘവൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെ തന്നെയും അദ്ദേഹത്തെ വന്ന് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കൾ രാവിലെ മുതൽ തന്നെ KCയുടെ വീട് സന്ദർശിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, ചർച്ചകൾ നടത്തുന്നു. ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു. ഈ വരുന്ന ആളുകളെല്ലാം തന്നെ KCക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ KC പക്ഷമെന്ന് അങ്ങനെ ഒരു പക്ഷമില്ല എന്ന് KC പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള പക്ഷമുണ്ട് എന്ന് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇവരുടെ
എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.